അങ്ങനെ അടുത്തൊരു പിടി കിട്ടി കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ വെച്ച് വീഡിയോ എടുത്തിട്ട് അവന്മാരെ പിടിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് എടുത്ത കടക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ചർച്ച് സ്ട്രീറ്റിലെ രാത്രി കാഴ്ചകളാണ്. നമ്മുടെ ഒപ്പം ഹെൽബിനുണ്ട്, ശാൽവിനുണ്ട്. ചുമ്മാ ഇങ്ങനെ ഫ്രീ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നു, ചിലവ് കുറഞ്ഞ രീതിയിൽ ഫുഡ് കഴിക്കുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെ. ഫുഡ് ഇതാണ്ട് ഇവിടുത്തെ ശോഭ മാൾ. ഇതിൻ്റെ ആ ഒരു സൈഡിലായിട്ടും ഫുഡ് സ്ട്രീറ്റും ഉണ്ട്. നമുക്ക് സുവനീസും കാര്യങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാം. പിന്നെ ഇവിടെയും ഇങ്ങനെ ബാറ്, ഷോപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ. ട്രാഫിക്കാണ്ട് ഇത് സീന, അവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നോ, ഇവിടെ ഒരു പബ്ബുണ്ട് കേട്ടോ, ഹാർഡ് റോക്ക്. ഇങ്ങനെ കുറേ പബ്ബും അങ്ങനത്തെ ഏരിയകളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ടായി ഈ ചർച്ച് സ്ട്രീറ്റ്. നമ്മളിതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട് കാണുന്നു. സോ എക്സ്പെൻസീവാണ്. പെർ ഹെഡ് 2000, 1500, 1000, മിനിമം 1000 ആ റേഞ്ചൊക്കെ ഉണ്ട്. പിന്നെ കുറഞ്ഞ പബ്ബും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കപ്പിളായിട്ട് വന്ന് തന്നെ ഫ്രീ എൻട്രി ആണ്. കപ്പിളായിട്ട് വന്ന് ഫ്രീ എൻട്രി പ്ലസ് ഡ്രിങ്ക്സൊക്കെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മളിപ്പോൾ സിംഗിളായിട്ട് പോകണമെങ്കിൽ നമുക്ക് പെർ ഹെഡ് മിനിമം 1000 അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ നൈറ്റ് നല്ല ആക്റ്റീവാണ്. സോ ഇവിടെ വരുമ്പോൾ ആരും പേടിക്കേണ്ട ഇറങ്ങിയണൊക്കെയാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലൊക്കെ ബാഗും കാര്യങ്ങളൊക്കെ നോക്കിക്കുക. അതിപ്പോൾ നോർത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ സെയിം കണ്ടീഷനാണ്. അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ശോകമൊന്നുമില്ല. ഇവിടെ നമുക്ക് എൻജോയ് ചില്ല് ചെയ്ത് നടക്കാം. ഒറ്റക്കാണെങ്കിലും സീനൊന്നുമില്ല. ഇവിടെ നൈറ്റ് ഒന്ന് സൂക്ഷിച്ചാൽ മതി, ബാക്കി സീനൊന്നുമില്ല. സിറ്റി ഏരിയ കേട്ടോ. ഉള്ളേരിയയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഉള്ളേരിയയിൽ ഇത്ര നല്ലതല്ല. ഒറ്റക്കോണം കേട്ടോ. ശാലി, അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി നമ്മ കബൺ പാർക്കിൽ പോണേ. അവിടുത്തെ കളക്ഷൻ അടിക്കും. അതെ കളക്ഷൻ എല്ലാം നല്ലത്. ഇതൊരു പഴയ ബിൽഡിംഗ് ആണ്. കരിങ്കല്ലൊക്കെ ഇട്ട് വെച്ചാൽ ഇപ്പം ബാംഗ്ലൂർ വന്നിട്ട് 2 വർഷമായി കേട്ടോ. 2 വർഷമല്ല, 1 വർഷം. 1 വർഷമായില്ലേ? 1 വർഷം കഷ്ടപ്പാടും ദാരിദ്ര്യവും അതിനുശേഷം അത് ശീലം കഴിഞ്ഞപ്പോ എല്ലാം ശീലം. ഒരു നേരമൊക്കെ ഉണ്ടോ കഴിച്ച് അല്ലേ? ആടാ, ആ വർക്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട KFC പോയി. എൻ്റെ KFC വർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോ പട്ടിണിയായി. കിങ് ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു എൻ്റെ കിങ് ഞാനാ. അപ്പം നമ്മൾ ബാക്കിൽ കാണുന്നുണ്ടോ ചർച്ച് സ്ട്രീറ്റിലെ ചർച്ച്. മെയിനായിട്ടുള്ള ഒരു ഓൾഡ് ചർച്ചാണ്. ബോർഡ് ക്ലിയർ അല്ല. ഇതാണ് ആ ചർച്ചിൻ്റെ വ്യൂ കേട്ടോ. അകത്തോട്ട് എൻട്രി ഇല്ല, ക്ലോസ്ഡാണ്. നമ്മളിപ്പോൾ നേരെ കബൺ പാർക്കിലോട്ട് നടന്നോണേ. പെട്ടെന്ന് ക്രോസ് ചെയ്യില്ലെങ്കിൽ വണ്ടി കയറ്റോട്ടാ. ഹോണടി ഇല്ല, ഒരു പരിപാടി ഇല്ല, നിർത്തി തന്നെ ഒരു പരിപാടി ഇല്ല. നമുക്കാണെങ്കിൽ നമ്മളെ കാര്യം നോക്കി പോവുക. സീബ്ര ക്രോസിംഗിൽ അതിൽ കുറച്ച് പേരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്യാപ്പിൽ കൂടി എടുത്തുകൊണ്ട് തന്നെ നോക്കണം ഇവിടുത്തെ ആൾക്കാർ. എല്ലാവരെയും കുറ്റം പറയണല്ലോ കേട്ടോ. ബട്ട് ഒരുവിധ ആൾക്കാർ അങ്ങനെയാണ്. നിങ്ങളിവിടെ വരുമ്പോൾ നോക്കി കണ്ടൊക്കെ നമ്മളങ്ങനെ കുറച്ച് ദൂരം നടന്നതിന് ശേഷം കബൺ പാർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പ്ലസ് നടന്നിട്ടുണ്ടാവും. കബൺ പാർക്ക് എത്തി. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കടകളുണ്ട്. എൻട്രി ഫീ ഉണ്ടോടാ? എൻട്രി ഫീ ഉണ്ടോ കബൺ പാർക്കിൽ കയറാൻ? ഫ്രീ എൻട്രി ഉണ്ടോ? നമുക്ക് കയറാം. നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ. മരങ്ങൾ നല്ലോണം ഉണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ. എന്താ അവസ്ഥ? കഴിച്ചിട്ട് കയറാനോ? നമുക്ക് എന്തെങ്കിലും സ്നാക്ക് ഇട്ട് കയറാം, നല്ലത്. ഇങ്ങനെ സമൂസ ചാട്ടം അങ്ങനെ ഉണ്ടോ? ഇവനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ചാട്ടല്ലടാ പറഞ്ഞത്. ചാട്ടം എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടിയിട്ടോ. भैया 1 स्पून और അത്യാവശ്യം ഉണ്ടല്ലേ. പിടിക്കണം.
ഞാൻ പിടിച്ചോളാം, നീ കഴിക്കും. മനസ്സിലായ മൊത്തം ഫ്ലാഷ് അടിച്ച് കാണില്ല. ആ മുഞ്ചിയാ തമിഴ്നാട് ചാറല്ലേ, തമിഴ്നാട് ഗ്രേവി പൊറോട്ടയിലാക്കി. അങ്ങനെ അടുത്തൊരു ഒടി കിട്ടി കേട്ടോ. കബോൺ പാർക്ക് ക്ലോസ് ആയി. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ അതിലേക്ക് നടന്നിട്ട് വേറെ അടുത്ത സ്ട്രീറ്റിലോട്ട് പോകണം. ഇവിടെ ഒരു ഫൈറ്റർ ജെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇന്ത്യൻ നേവീൻ്റെ. തേജസ് എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റ് ഉണ്ട്. അത് ബാംഗ്ലൂർ കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ചധികം അല്ലേ? സാലിനുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് സ്റ്റേയിലൊന്നും ആയില്ല. ഓ, പ്രസ്റ്റീജിന്റെ ഹെഡ് ഓഫീസ് ഉണ്ട് ഇവിടെ. സാലിനുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് സ്റ്റേയിൻ്റെ ഫണ്ടൊന്നും ആയില്ല. അത് ഭയങ്കര ലാഭമായിരുന്നു അവൻ്റെ റൂമിൽ സ്റ്റേ ചെയ്ത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണ്, ട്രാവലും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഒരു ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരുന്നു കേട്ടോ. പോർഷെ 911 റേഞ്ച് റോവർ. അത് ഏത് മോഡലാണ്? മോഡൽ ഏതാണെന്നൊന്നും അറിയില്ല കേട്ടോ. അതൊരു മിനി കൂപ്പർ ഉണ്ട്. BM ഇത് ഏതാ? BM ഉണ്ട്. 520D ആണ്. മറ്റേ തൊപ്പിൻ്റെ ഇതാണോ 520D? സ്കോഡ. ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഉണ്ടോ നമുക്ക് എടുക്കാനൊരു മോട്ടിവേഷനൊക്കെ തന്നെ. എന്താണെന്ന് അറിയില്ല, ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ അച്ചീവ് ചെയ്യണം, അങ്ങനെ ഒരു ഗോൾ സെറ്റാണ് മൈൻഡിൽ. ഇങ്ങനെയുണ്ട്, ഇടയ്ക്ക് ഉണർത്തും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ. നമ്മളങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ലെഫ്റ്റ് സൈഡിലൊരു അമ്പലമുണ്ട്. ലെഫ്റ്റ് സൈഡ് ശ്രീ ധനു മാരിയമ്മൻ കോവിൽ എന്നാണ് അതിൻ്റെ പേര്. തമിഴ്നാട് ടച്ചുള്ള എന്തൊക്കെ അല്ല ഇവിടെ കന്നഡയിലും ഇങ്ങനെ ശ്രീ മാരിയമ്മൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ മാരിയമ്മൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമാനാണോന്ന് അറിയില്ല. ശ്രീ മാരിയമ്മൻ ആരാ? ഹനുമാനാണോ? ഹനുമാൻ സ്വാമിയാണോ? അറിയില്ല കേട്ടോ. നീ എന്തെങ്കിലും ഞങ്ങളുടെ പള്ളിക്കാരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയൂല. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡടിക്കുന്ന സ്പോട്ട് എത്തിയിട്ടുണ്ടല്ലോ. ചിക്കൻ എന്താ അവസ്ഥ? ആ, കർണാടകയിൽ ഈ ഒരു സ്പോട്ടിൽ വന്ന ബീഫ് കിട്ടും കേട്ടോ. ഇപ്പം അവനെൻ്റെ കാലി ഫുഡ് ഡ്രസ് ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടോ? നമ്മ നോക്കിയാണെന്നില്ലെങ്കിൽ നമ്മുടെ നെഞ്ചത്തോട്ട് കയറും. നമ്മൾ നേരത്തെ അവിടെ വെച്ച് വീഡിയോ എടുത്തിട്ട് അവന്മാരെ പിടിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് എടുത്ത കടക്കാർ. എനിക്ക് തോന്നുന്നത് കട്ട മുതലാണ്. സോ അതാണ് അവന്മാരെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നത്. കണ്ടോ ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടോട്ടോ സ്ട്രാപ്പ് കട ഉണ്ടോ? നമ്മുടെ റൈറ്റിലും സ്ട്രാപ്പ് കട. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ എടുത്തായിരുന്നു കേട്ടോ. ആ ഒരു ഒറ്റ വീഡിയോ അവന്മാരെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച്. അതാണ് സീൻ. ഇവിടെ റൈറ്റ് സൈഡിലും അങ്ങോട്ടും സ്ട്രാപ്പാണ്. ക്യാമറ ഫുള്ള് പൊക്കാൻ പേടിയാണ്. നമ്മൾ സാധാരണ റോട്ടിൽ കൂടെ നടക്കുന്ന എടുത്തുകൊണ്ടുവന്ന് റൈറ്റ് സൈഡിലൊക്കെ സ്ട്രാപ്പോടെ. നമ്മളങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പല സ്ട്രീറ്റിലോട്ട് പോകാം നമുക്ക്. നമ്മൾ വന്നത് ആ ഒരു സ്ട്രീറ്റിൽ നിന്നാണ്. അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് ഫുള്ള ആൾക്കാരുണ്ട്. ഡാൻസാണെന്ന് തോന്നട്ടോ. ഇവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. സമൂസ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതെന്തോ മാർക്കറ്റ് ഏരിയ ഉണ്ടോ ഇത്? റസൂൽ മാർക്കറ്റാണ് ഇത്. നമ്മളങ്ങനെ ഫ്രൂട്ട്സ് കടയിലൊന്നും കയറിയില്ല കേട്ടോ. ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ റോഡ് സൈഡിൽ കൂടി നടക്കണേ.
ഇവിടെ അങ്ങനെ പള്ളിയിൽ പെരുന്നാളാണ്ടോ അതിൻ്റെ തിരക്കാണിത്. കുറേ പേരുണ്ട്. அந்த தாளந்தை அவனிடமிருந்து எடுத்து 10 தாளந்து உடையவரிடம் கொடுங்கள், ஏனெனில் உள்ளவர். അങ്ങനെ ഇവിടുത്തെ പള്ളിയിൽ പെരുന്നാളൊക്കെ നടക്കണ കേട്ടോ. കർണാടക പള്ളി പെരുന്നാൾ. ഏത് മൂട് ഈ പള്ളീൻ്റെ പേരറിയില്ല കേട്ടോ. ഒരു ബോർഡ് കണ്ടില്ല. അവിടെ ബോർഡ് വല്ലതും കണ്ടോ? മയൂർ ആർമിയാ? മയൂർ എന്നാണ് വായിച്ച്. ഇവിടെ വിശ്വാസികളൊക്കെ ഞാനിവിടെ മുട്ടൂത്തിരിക്കുന്ന ആൾക്കാരെ നോക്കി പ്രാർത്ഥിച്ചു. അല്ല ഞാൻ പ്രാർത്ഥിച്ചല്ല, അവര് പ്രാർത്ഥിക്കണം. ഞാൻ പോയിട്ട് കമ്മല് നോക്കട്ടെ. അകത്ത് കയറാൻ പറ്റിയ അകത്ത് കയറാം. പള്ളിയുടെ ചാലി അകത്ത് കയറാം. അകത്ത് കയറണോ? നമ്മളങ്ങനെ നടന്ന് ശിവാജി നഗർ എത്തിയിട്ടാ. ഇവിടെ ഇനി സംഭവം ഇതൊരു ടൈപ്പ് തീർത്ഥാടന കേന്ദ്രം പോലെ കുറേ ആളുകളുണ്ട്. എന്താ ഇവിടെ സ്ക്രീൻ കാർഡിനൊക്കെ 60 രൂപ വേണ്ട. നമ്മളവിടെ എത്ര രൂപ? മിനിമം 100 രൂപ കൊടുക്കണം. കേട്ടോ നമ്മ എത്ര രൂപ കൊട്ടിച്ച്? ധാരാളം ഫ്രൂട്ട്സിന്റെ കടയൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ. ആ ഇവിടെ കൊമേഴ്ഷ്യൽ സിറ്റാ. ലെഫ്റ്റ് എടുത്തു. നമ്മ ഇവിടെ കൂടി വന്നല്ലടാ. പ്രസ്റ്റീജിന്റെ അഭിനയം എങ്ങനെ ഇവിടെ വന്നു? എവിടെ പ്രസ്റ്റീജ്? എടാ നമ്മൾക്ക് ഇറങ്ങിയടാ. നമ്മൾ കൊറേ ഇറങ്ങിയിട്ട് ആവശ്യമില്ലാതെ ഗൂഗിൾ മാപ്സ് ആണ് വഴി തെറ്റിക്കണം. മാപ്പല്ല, ഈ പന്നിയാ. അപ്പൊ കാണാ കേട്ടാ. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ള വഴി കാണിക്കും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പ്രാന്തായി പോകും. നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പത്തെ സ്റ്റേജ് വരെ വെക്കുക. 2-3 റൂട്ടൊക്കെ കാണിക്കണം. അപ്പോൾ നമ്മൾ ഒരു റൂട്ട് ചൂസ് സെലക്ട് ചെയ്തിട്ട് ആ വഴി നടന്നു പോകാം. ഈ വഴി തെറ്റിക്കഴിഞ്ഞാൽ എങ്ങോട്ടാ കയറിയൊക്കെ തെറ്റിക്കണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതൊന്നും നോക്കുക. അവിടെ നീയേ മറ്റേ ബൈക്കിൻ്റെ ഇട് ഈ നടക്കണ ഷോയി കുത്തൂത്ത് കണ്ട് ഇടവഴി കാണിക്കും. അപ്പം ഇടവഴി കയറി കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മളങ്ങനെ ഒരു തമിഴ്നാട് ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശ അടിക്കണം കേട്ടോ. സാധനം വന്നിട്ടുണ്ട്. ഷാൽവിനും വന്ന് എനിക്കും വന്ന്. ഹെൽബിനിപ്പോൾ വരും. ഇവിടെ മസാലയൊക്കെ കുഴക്കണ്ടിട്ട് നിങ്ങൾ ബാഡ് അടിച്ചിരിക്കണുണ്ടോ? ഷാലിൻ നല്ല ആസ്വദിച്ച് കഴിക്കണേ. കഴിച്ച് പീച്ച് പീച്ച്. അതൊന്നും വീഡിയോയിൽ കാണിക്കൂല കേട്ടോ. സെൻസിറ്റീവാണ് അല്ലേ? ഇതൊക്കെ കഴിക്കാനുള്ള നമ്മുടെ മനസ്സ്. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് എന്താണ്ടൊക്കെ തോന്നുന്നു. അതെ അവനിവിടുന്ന് പോകാൻ പോകുന്ന ബാഡ് അടിച്ച് ആദ്യമേ പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ നിർബന്ധിച്ച് പൈസ കുറവാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഉണ്ടാക്കുന്നൊക്കെ. അപ്പൊ നാളെ എന്തെങ്കിലും പറ്റുമോ? നിനക്കൊന്നും പറ്റൂല. നിനക്ക് എന്തായാലും ഒന്നും പറ്റില്ല. ശരി, ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റും. നിനക്കൊന്നും ഒന്നും തരികൂല. നിനക്ക് പറ്റൂല. കേൾക്കൂലൊന്നും. നമ്മളങ്ങനെ മസാല ദോശ കഴിച്ചിട്ട് ഇറങ്ങിട്ടെ. ഇവിടുന്ന് മസാല ദോശ കഴിച്ചത് സംഭവം 10-1 6 കൊടുക്കാം. എനിക്ക് പക്ഷേ ചട്നി ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ചട്നിയും സാമ്പാറും ഞാൻ അങ്ങനെ കൂട്ടിയില്ല. ബാക്കി കിഴങ്ങ് വെച്ചിട്ടാണ് കഴിച്ചത്. ചട്നി കൂട്ടിയാ? ഇല്ലേ, ചട്നി സാമ്പാറും കഴിച്ചില്ല. മസാല എടുത്താ കഴിച്ചേ ഞാൻ. എൽബിനൊക്കെ ഫുള്ള് അടിച്ചിട്ടാ സാമ്പാറൊക്കെ കൂട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവന്റെ മസാലയും കൂടി ഞാനാ കഴിച്ചത്. അത് വേറൊന്നും വരുന്നില്ല. അത് ഇഷ്ടപ്പെടണം. അവിടെ ഇങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങാട് കാണിക്കും. അവിടെ ഗൈറോ നോക്കി പോണില്ലേ? എടാ ഇങ്ങാടാ കാണിച്ചു നടന്നിട്ട്. ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ പോണ്ട്. ആകെ കറക്കമുണ്ട് ഇവിടെ ഗൂഗിൾ മാപ്പ്. നമ്മളങ്ങനെ വീണ്ടും ചർച്ച് സ്ട്രീറ്റ് കയറണേട്ടാ. നേരെയാണ് നമ്മളിവിടെ ഇന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പോയതാ. ബട്ട് നമ്മൾ വീണ്ടും കാണാൻ ഇറങ്ങി നൈറ്റ് ലൈവ് കാണാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം.